മോദി ഇസ്രായേലിനെ പിതൃരാജ്യമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ പറഞ്ഞതായിട്ട്. ഞാൻ അറിവില്ല. ഒരു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ മോദിയുടെ പ്രസംഗം ഞാനത് കേട്ടിരുന്നു. നെസറ്റിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന ലൈവായിട്ട് കേട്ടിരുന്നു. ഏതായാലും അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ പിതൃരാജ്യമാണ് ഇസ്രായേൽ, ഇത് നമ്മുടെ മാതൃരാജ്യമാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ സംഭവിച്ചത്? ഇപ്പോൾ പ്രജിത സൂചിപ്പിക്കുന്നത്, കഴിഞ്ഞ ദിവസം പ്രജിത എനിക്കൊരു വീഡിയോ അയച്ചു തന്നിരുന്നു. എന്താ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് ചാനലിൽ പ്രക്ഷേപണം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം കാണാറില്ല. ഞാൻ ഏഷ്യാനെറ്റേ കാണാറില്ല, ദയവ് ചെയ്ത് അത് ക്ഷമിക്കുക എൻ്റെ അടുത്ത്. അപ്പോൾ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ ഈ ഇന്ത്യൻ ആർമി പോയി മറ്റേ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലൊക്കെ നടത്തിയ പോലത്തെ സ്ട്രൈക്കുകളെ കുറിച്ചിട്ടുള്ള വിവരണം അയക്കുന്നതാണ് കേട്ടത്. അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ ആദ്യമായിട്ടാണ് ഞാൻ ആ പ്രോഗ്രാം ഒരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ആദ്യം ഓർമ്മ വന്നു, വെരികനെ കണ്ടിട്ടുണ്ടോ? വെരിക എന്ന് പറഞ്ഞാൽ സാധാരണ വെരികല്ല, കൂട്ടിലിട്ട വെരിക. കൂട്ടിലിട്ട വെരികിൻ്റെ ആസനത്തിൽ ഒരു തീക്കൊള്ളി കൊണ്ട് ഒരു കുത്തും കൂടി വെച്ച് കൊടുത്താൽ എങ്ങനെയായിരിക്കും? അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം. അതൊന്ന്. പിന്നെ വേറൊന്നുള്ളത്, ഒരു നല്ല പ്രാസംഗികനാവാനുള്ള എല്ലാ കഴിവും ആ യുവാവിനുണ്ട്. അദ്ദേഹം ഈ പണിക്ക് പോവുക എന്നുള്ളത്. അത് അതിനു മുമ്പ് വരട്ടെ. ഈ അദ്ദേഹം ആ പ്രോഗ്രാമിൽ പറഞ്ഞത് ഖമീനി രാഷ്ട്രത്തലവനാണെന്നാണ് പറഞ്ഞത്. ഖമീനി കൊന്നില്ലേ, മറ്റേ അമേരിക്കൻ ഇസ്രായേൽ പട്ടാളം പോയിട്ട് കൊന്നില്ലേ ഖമീനി, അയാൾ രാഷ്ട്രത്തലവനാണെന്നാണ് പറഞ്ഞത്. അയാൾ അവരുടെ സ്പിരിച്വൽ ലീഡറാണ്, ഒരു മതഭ്രാന്തൻ, ഈ മൂത്ത മുസ്ലിയാർ ഇറാനിലെ. പക്ഷെ സർ, അവിടുത്തെ പ്രസിഡന്റിനും എല്ലാത്തിനും മേലെ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് പോലും ഖമനേയിയായിരുന്നു. അത് അവരുടെ കഴിവേട്. പ്രസിഡന്റ് അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയല്ലേ ഇലക്ഷൻ നിർത്തുള്ളൂ. ഇപ്പോൾ മുസ്ലിം ലീഗില്ലേ കേരളത്തിൽ, മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥികളെ മുഴുവൻ ആരാ തീരുമാനിക്കണത്? എല്ലാ തങ്ങളുമാരല്ലേ. അതേപോലെ അതിൻ്റെ 10 ഇരട്ടി ശക്തിയുള്ള വല്ല സ്വാധീനമുള്ള ആളാണ്, സമുദായത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കയറിയിരിക്കുന്ന ആളാണ് ഈ ഖമീനി. അയാൾക്ക് വേണ്ടപ്പെട്ടവരാണ് പ്രസിഡൻറ്റും പിന്നെ സൈനിക മേധാവിയും രഹസ്യ പോലീസ് മേധാവിയും പിന്നെ ജുഡീഷ്യറിയുടെ ആളും ഒക്കെ ആയിട്ട് വെക്കണേ. അപ്പോൾ ഇയാൾ പറയണ മുഴുവൻ നടപ്പിലാക്കും. കാരണം ഇയാളെ സൂചിപ്പിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അയാൾ രാഷ്ട്രത്തലവനൊന്നും അല്ല, അയാൾ ഈസ് ഓൺലി എ സ്പിരിച്വൽ ലീഡർ, ആത്മീയ നേതാവെന്ന് പറയാം. പക്ഷേ ഇറാനിൽ അയാൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇതൊക്കെ മീഡിയ ഉണ്ടാക്കി തീർക്കണമല്ല. അയാൾക്ക് അത്ര വലിയ സ്വാധീനം ഉണ്ടെങ്കിൽ അയാൾ എന്താ ഇലക്ഷനൊന്നും ജയിക്കാത്ത? എന്താ അയാൾ നിൽക്കില്ല. ഈസ് എ മർഡറർ, ഈസ് എ ക്രിമിനൽ. അയാൾ രാവും പകലും ഇസ്രായേലിനെതിരെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ പറയാനൊക്കെ ഒരു അധികാരമില്ല. ഇപ്പോൾ ഈ ഖമീനിനെ കൊന്നു കഴിഞ്ഞിട്ട് നമ്മൾ പ്രതിഷേധിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ബഹളം ഉണ്ടാക്കിയത്. അതിനകത്ത് ഈ സർജിക്കൽ സ്ട്രൈക്കിൽ ഈ പറയുന്ന ഉണ്ണി ബാലകൃഷ്ണൻ എന്ന യുവാവും, അതുപോലെ ഡൽഹിയിൽ നിന്ന് മറ്റേ ഇറ്റാലിയൻ വനിത സോണിയയും ഇന്നലെ ലേഖനം എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. ഈ ഗദ്ദാഫിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലിബിയൻ പ്രസിഡന്റ് മുഹമ്മർ ഗദ്ദാഫിനെ അമേരിക്കൻ പട്ടാളം വെടിവെച്ചു കൊന്നു. അന്ന് ഈ ആയ്മ മിണ്ടിയിട്ടില്ലല്ലോ. അതിന് ആരും പ്രതിഷേധിച്ചിട്ടുമില്ല. ഇനി ഖമീനിയെ കൊന്നതിൽ അവർക്ക് വിഷമം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കർണാടക, തെലങ്കാന, പിന്നെ എന്താ പറയുന്നത്, ഈ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്, പിന്നെ അതുപോലെ ജമ്മു കാശ്മീർ ഗവൺമെൻറ്, ഇവരെ കൊണ്ട് ഒരു അഖിലേന്ത്യാ ഹർത്താൽ പ്രഖ്യാപിക്കുകയും അവിടെ മുഴുവൻ ഒരു 10 ദിവസത്തേക്ക് അടച്ചിടുകയും ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ലല്ലോ അവർ. അതിലാണ് കഴിവിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് അയാൾക്ക് കുറച്ച് എന്താ പറയേണ്ടത്, ഇവരെന്തുകൊണ്ട് അഖിലേന്ത്യാ പണിമുടക്ക് നടത്തില്ല? മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാമായിരുന്നുവല്ലോ. അവരുടെ അളമരം കരീമിൻ്റെ ഒക്കെ ആധ്യാത്മിക നേതാവാണ് ഈ പറയുന്ന ഖമീനി എന്ന് പറയണേ. മറ്റേ ബംഗാൾ സെക്രട്ടറി ഒരു മുഹമ്മദ് സലീം, അവരൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ ആത്മീയ നേതാവായിരിക്കും. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചിട്ട് അവരൊരു സമരം, ഒരു അഖിലേന്ത്യാ സമരം, ഒരു 10 ദിവസത്തേക്ക് ഞങ്ങളുടെ ഖമീനിയെ കൊന്നു, അതിൽ പ്രതിഷേധിച്ചിട്ട് ഞങ്ങൾ 10 ദിവസം പണി മുടക്കാൻ പോവാം, അവിടെ മൊത്തം ഷട്ട് ഡൗൺ ആക്കാൻ പോവാമെന്ന് പറഞ്ഞ് ചെയ്യേണ്ടായിരുന്നു. അവർ ചെയ്തില്ലല്ലോ.
പക്ഷെ ഞാൻ ഈ കണ്ട സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം ആയിക്കോട്ടെ, ഇതിന് ശേഷമൊക്കെയും അത് മാത്രം ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നുമില്ല, അത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സാറിന് ഇട്ട് തരുന്നതാണ്. അപ്പോൾ പക്ഷേ ഇതിലുടനീളം പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതായത് ഇന്ത്യയുടെ പിതൃരാജ്യം, എനിക്കത് മനസ്സിലാകുന്നില്ല അത് എങ്ങനെയാണ് എന്ന്. നോക്കൂ പ്രജിത, അത് പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞതെന്നറിയാമോ? എന്താണ്? വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലി ജനത ഒരു റിലീജിയസ് പെർസിക്യൂഷൻ നേരിട്ടപ്പോൾ അവർ ഇന്ത്യയിൽ വന്നു. ഇന്ത്യ അവരെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. അത് സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതാണ്. അപ്പോൾ അവരിവിടെ വന്ന് അവർ ജൂതന്മാരായിട്ട് ജീവിച്ചു. പക്ഷേ ഇന്ത്യയുടെ നിയമത്തിനനുസരിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത് വൻ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടാണ് അവർ ജീവിച്ചത്. അദ്ദേഹം പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഈ പലതരം ജൂതന്മാരുണ്ട്, ബെനെ ജൂതന്മാരുണ്ട്, ബെനെ ഇസ്രായേലിസ്. ഗുജറാത്തിൽ അതിൻ്റെ ഫൗണ്ടറുടെ പേരും പ്രധാനമന്ത്രി നെസറ്റ് പാർലമെൻറ്റിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു സ്കൂൾ സ്ഥാപിച്ചു. ആ സ്കൂളിൻ്റെ ഒരു ബെസ്റ്റ് സ്കൂൾ എന്നാണ്. എന്നിട്ട് പ്രധാനമന്ത്രി പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും അതൊരു ബെസ്റ്റ് സ്കൂളാണ്, ആ പേരിന് എന്തുകൊണ്ട് അർഹമായ സ്കൂളാണെന്നാണ് പറഞ്ഞത്. അതുകൂടാണ്ട് നമ്മുടെ ഫിലിംസ് ഡിവിഷൻ സ്ഥാപിച്ചത് ഒരു ഇസ്രായേലിയാണ്, എഡ്വേർഡ് മേയർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, എഡ്വേർഡ് മേയർ. അതുപോലെ റൂബൻ ഡേവിഡ്, മറ്റേ അഹമ്മദാബാദിലെ ഒരു മൃഗശാലയ്ക്ക് രൂപം കൊടുത്തത് അദ്ദേഹമാണ്. പിന്നെ അതുകൂടാണ്ട് ഒരു വാൾട്ടർ കോഫ്മാൻ എന്ന് പറഞ്ഞൊരു ജൂതനുണ്ടായിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ ആകാശവാണി നിലയത്തിൻ്റെ സിഗ്നേച്ചർ ട്യൂൺ നമുക്ക് കേൾക്കില്ലേ രാവിലെ, ഈ മറ്റേ ഒരു ട്യൂൺ, മ്യൂസിക് ട്യൂൺ അവർ അതോടുകൂടിയാണ് തുടങ്ങണം, അത് ചെയ്തത്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഈ ഇന്ത്യയുടെ 1971 വാർ ഹീറോമാരിൽ, യുദ്ധ ഹീറോമാരിൽ പ്രമുഖനായിരുന്നൊരു വ്യക്തി ജനറൽ JFR ജേക്കബ് ആയിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് വളരെയധികം ഇടപഴകിയിട്ടുണ്ട്, എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ ബിസിനസ് രംഗത്തൊക്കെ കുറേ പേര് ഇസ്രായേലുകളുണ്ടായിരുന്നു. ഇവരൊക്കെ അവരുടെ രാജ്യം എന്താ പറയുന്ന ഒരു യാഥാർത്ഥ്യമായിപ്പോൾ 1947-48 പീരീഡിലാണ് ഇസ്രായേൽ എന്നുള്ള രാജ്യം അമേരിക്കയും ബ്രിട്ടനൊക്കെ ഇടപെട്ടിട്ട് പാലസ്റ്റീൻ എന്നുള്ള സ്ഥലത്ത് ഒരു രാജ്യം, ഇസ്രായേലിനൊരു രാജ്യം കൊടുത്തു. മരുഭൂമിയായിരുന്നു, മൊത്തം മരുഭൂമിയായിരുന്നു. 1 മില്ലിമീറ്റർ മഴ കിട്ടുന്നുണ്ടായിരുന്നു എന്ന് സംശയമാണ്. അത് മുഴുവൻ അവരൊരു എവർഗ്രീൻ ഗാർഡൻ ആക്കിയിട്ട് മാറ്റി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇന്ത്യയിലുള്ള ഇസ്രായേലികളുടെ നല്ലൊരു ശതമാനം പേരും ഇവിടെ നിന്ന് കുടിയേറി പാർത്തു. അപ്പോൾ അവരെങ്ങനെയാണോ ഇന്ത്യയുടെ സാമ്പത്തിക, സാമൂഹ്യ വികസനങ്ങൾക്ക്, സാംസ്കാരിക രംഗത്തൊക്കെ സംഭാവനകൾ നൽകിയത്, അതേപോലെ തന്നെ അവർ ഇസ്രായേലിനും സംഭാവന നൽകിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അവരുടെ പിതൃരാജ്യവും ഭാരതം അവരുടെ മാതൃരാജ്യവുമാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതങ്ങനെയാണല്ലോ ചാനലുകാർ മറ്റേ എല്ലാ വാർത്തകളും കൊടുക്കണ ഈ രീതിയിൽ വളച്ചൊടിച്ചിട്ടല്ലേ കൊടുക്കണേ. അത് കഴിഞ്ഞ് വേറൊരു കാര്യം കൂടി പറഞ്ഞു, അതിൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടപ്പോൾ. CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്, അമേരിക്കേനെയും പിന്നെ ഇസ്രായേലിനെയും കുറ്റം പറഞ്ഞിട്ട് ഇന്ത്യക്കെതിരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്. അതോടുകൂടി എല്ലാം പേടിച്ചിരിക്കുക ഞങ്ങളൊക്കെ. ഇന്നലെ തൊട്ട് MA ബേബി ആയിരിക്കും പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടാവും. പൊളിറ്റ് ബ്യൂറോ, CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിനേക്കാളും വലിയ പവർഫുള്ളാണല്ലോ. ട്രംപ് തന്നെ ഇപ്പം ഇനി ആയുധോൽപാദനം കൂട്ടാൻ ഓർഡർ കൊടുത്ത് ഈ പത്രക്കുറിപ്പ് കണ്ടിട്ടായിരിക്കും മിക്കവാറും. നമുക്കറിയാൻ പാടില്ല ഇതല്ലേ. അപ്പോൾ ഇതാണ് പ്രത്യേക സാഹചര്യം. ഇവിടുത്തെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകളിൽ കുറേ സഖാക്കളുണ്ട്. ഈ സഖാക്കൾ അവരുടെ അജണ്ട കുത്തിത്തിരികാനായിട്ടാണ് ഇത് മുഴുവൻ ഉപയോഗിക്കുന്നത്. ഈ ഞാൻ അതിനിടയ്ക്ക് പ്രജിത ഒരു കാര്യം പറയണ്ടായി, പ്രധാനമന്ത്രിയോട് ഇയാൾ ഇംഗ്ലീഷ് സംസാരിക്കണ ശരിയായ രീതിയിലല്ല എന്ന് പറയുണ്ടായി. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞ് പിന്നെ നമ്മുടെ നരേന്ദ്രമോദി ഈ ഉണ്ണി ബാലകൃഷ്ണൻ്റെ അടുത്ത് ചോദിച്ചു പോലും, ഇപ്പം എൻ്റെ ഇംഗ്ലീഷിന് വല്ല വ്യത്യാസമുണ്ട്, ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന്. നമ്മൾ ഈ തള്ളൽ എന്ന് പറയും, ബ്രാഗിങ്, അതിനൊരു ലിമിറ്റേഷനുണ്ട്. അപ്പോൾ ഇത് അത്രമാത്രം ഇത് കൊടുത്താൽ മതി. പാവപ്പെട്ട കുറേ ആൾക്കാരുണ്ട് ചായക്കടയിലും പിന്നെ അമ്പലപ്പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ഇത് TV കിയോസ്കിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് ഇത് കണ്ട് ആസ്വദിക്കണ കുറേ കുട്ടി സഹാക്കന്മാരുണ്ടാവും.
പക്ഷേ ഇത് ഈ ഒരു ആരോപണം എന്ന് പറയുന്നത് പിതൃരാജ്യമാണ് എന്ന് പറയുന്നത് അതൊരു വലിയ ആരോപണമാണ്. വലിയ ആരോപണം കാരണം തന്നെയാണ്. നമ്മൾ Yes. പൊളിറ്റിക്കലി നോക്കുമ്പോഴും നയതന്ത്രപരമായിട്ട് നോക്കുമ്പോഴും രണ്ട് രാജ്യങ്ങൾ വളരെ സൗഹൃദപരമായിട്ടും പല രീതിയിലുള്ള കമ്മിറ്റ്മെന്റ്സും ഒക്കെ ചേർന്ന് പോവുകയാണ്, സഹകരണത്തിലൂടെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആ രാജ്യത്തിനെതിരെ ഒരു വികാരം ഉണ്ടാവുകയാണ് നമ്മുടെ രാജ്യത്ത്. ജ്യൂസിന് നേരെ വലിയ വികാരം ഉണ്ടാവുകയും ചെയ്യും. കഴിഞ്ഞ ഇടക്ക് പോലും ഇസ്രായേലിന് വേണ്ടി പണം കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് സുദിയോ പോലും ബഹിഷ്കരിച്ചുകൊണ്ട്, ടാറ്റയുടെ സുദിയോ പോലും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ആഹ്വാനങ്ങളൊക്കെ ഉണ്ടാവുകയും പ്രൊട്ടസ്റ്റ് നടക്കുകയും ഒക്കെ ചെയ്തത്. അതിലേക്ക് എരുതിയിൽ എണ്ണ കൊഴിക്കുന്നത് പോലുള്ള രീതിയിലുള്ള കാര്യങ്ങളല്ലേ ചെയ്ത്. അവർക്കെതിരെ കേസെടുക്കാവുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ചാനലുകൾ കെട്ടിപ്പൂട്ടി സീൽ ചെയ്യുക ചെയ്യണം. പക്ഷെ അവർ ചെയ്യാറില്ല. ഇപ്പോൾ ഈ ലഷ്കർ എ തൈബയുടെ ഒരു ചാനൽ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അവരതിനകത്ത് രത്തൻ ടാറ്റയ്ക്ക് രത്തൻ ടാറ്റ ഭയങ്കര ദുഷ്ടനാണെന്നോ അയാളുടെ കൈകൾ രക്തപങ്കിലമാണെന്നൊക്കെ പറയണ്ട രത്തൻ ടാറ്റ മരിച്ചു കഴിഞ്ഞപ്പോൾ. ആരും ശ്രദ്ധിച്ചല്ല. അത് ഒന്നോ രണ്ടോ പേരൊക്കെ പറഞ്ഞു. ഇതുപോലെ ഈ എന്താ അതിന് പറയുന്നത്, അടുപ്പ് കൂട്ടി ചർച്ചയോ എന്തോ മറ്റേ അത്താഴ ചർച്ചയോ അങ്ങനെ നടത്തുന്നത്. ഇതിനൊക്കെ ആൾക്കാർ ഇത്രേ ശ്രദ്ധിക്കണുള്ളൂ. മനസ്സിലായില്ലേ? സെൻസേഷണൽ വാർത്ത എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇത്രയൊക്കെ ശ്രദ്ധിക്കുകയുള്ളൂ. അവർ ആടിനെ പട്ടിയാക്കും, പട്ടീനെ ആടാക്കും. അതിൽ എക്സ്പേർട്സാണ് ഇവർ മുഴുവനും. പിന്നെ ഈ എന്താ മര്യാദ എന്ന് പറയുന്നത്, സത്യസന്ധത എന്ന് പറയുന്നത് നമ്മുടെ മാധ്യമ രംഗത്ത് തീരെയില്ല. ഇപ്പം അവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്കെതിരെ ഫൈറ്റ്. അത് 2014 തുടങ്ങിയതാണ്, അതിന് മുമ്പ് തൊട്ട് തുടങ്ങിയതാണ്. അതുപോലെ എന്താ ഓരോ ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അവരാണെന്നാണ് അവരുടെ വിചാരം. ഈ അഭിപ്രായ സർവേ നടത്താറുണ്ട് ചാനലുകൾ. പ്രജിത എപ്പോഴെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളത് കാണുക, മറക്കുക, അത്രയല്ലേ നമ്മൾ ചെയ്യാറുള്ളൂ. ഈ അഭിപ്രായ സർവേകൾ എത്ര എന്താണ് ശരിയായിട്ട് പ്രതിഫലിക്കുന്നുണ്ടാവും? തെരഞ്ഞെടുപ്പ് അന്തിമ ഫലം വരുമ്പോൾ അതും ഇതുമായിട്ട് എന്ത് അജഗജാന്തര വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചാനലുകളിൽ നിന്നും വരുന്ന വാർത്തകൾ മുഴുവൻ ഒരുമാതിരി എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ്. എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ് ഇത് മുഴുവനും. അത് അത്രയ്ക്കുള്ള വാല്യൂ കൊടുത്താൽ മതി. ഈ സമയം ഈ പ്രോഗ്രാമൊക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും നമ്മുടെ സമയം വേസ്റ്റാക്കുന്ന പണി. ഞാൻ അതുകൊണ്ടാണ് കാണാറില്ല എന്ന് പറഞ്ഞത്. എനിക്ക് ആ രംഗത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പ്, പണ്ട് കണ്ടിരുന്നപ്പോൾ. പിന്നെ എനിക്ക് മനസ്സിലായി, ഒരു 4-5 വർഷം മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായി തട്ടിപ്പായി ഇടപാട് നമ്മൾ ടൈം വേസ്റ്റാക്കുന്ന പരിപാടിയാണ്. ഇഷ്ടംപോലെ ചാനലുകളും അതിനൊക്കെ 100 ഇരട്ടി 10 ഇരട്ടി വാർത്തകളും 24 മണിക്കൂർ. ഒന്നാമത് അതിനുള്ള ഈ മേഖല അത്രയും വാർത്ത നടക്കുന്ന രാജ്യമൊന്നുമല്ല ഭാരതവും, പ്രത്യേകിച്ച് കേരളവും. ഇവർക്ക് എന്തെങ്കിലും കുത്തി നിറയ്ക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. അതിനിടയ്ക്കാണ് ഈ കഥാപ്രസംഗം ഇങ്ങനെ വന്നിരിക്കുന്നത്. വളരെ വളരെ പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു തലമുറ, ആരെങ്കിലും പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ ഇത് കാണുമ്പോൾ അവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ മനസ്സ് പൊള്യൂട്ടഡ് ആക്കുകയാണ് ഇവർക്ക് ഇത് ചെയ്തിട്ട്, പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പേർട്സാണ് ഇവരൊക്കെ. ഈ കാർഡ് ഹോൾഡിംഗ് മെമ്പേഴ്സാണ്, സഖാക്കളാണ് ഇവരൊക്കെ. അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതിന്.